പലപ്പോഴും പല റോഡുകളുടെയും ശോചനീയാവസ്ഥ, അധികാരികളുടെ അനാസ്ഥ, ഇതൊക്കെ പൊതുജനം കരുതിയല്ല സാർ എന്ന ഈ പരിപാടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. 9 വർഷത്തിന് ശേഷം ശാപമോക്ഷം കിട്ടിയ ഒരു റോഡിൻ്റെ കഥയിലേക്കാണ് ഇനി. വാർഡ് മെമ്പറാണ് കഥയിലെ നായകൻ. കഥാപരിസരം കാണാൻ കണ്ണൂർ പെരിങ്ങോം വരെ ഒന്ന് പോകാം. പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ 3 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ പഴയ ദൃശ്യമാണ് ഈ കണ്ടത്. പെരിങ്ങോം സ്കൂൾ കൊരങ്ങാട് ലിങ്ക് റോഡ്. റോഡ് നവീകരണത്തിനുള്ള ഫണ്ട് പാസാക്കിയെടുക്കാൻ 14-ാം വാർഡ് മെമ്പർ ഷജീർ ഇക്ബാൽ പല ശ്രമങ്ങളും നടത്തി. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കയറി ഇറങ്ങി. എന്നാൽ ഒരു സഹായവും ലഭിച്ചില്ല. പക്ഷെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് റോഡ് നിർമ്മിക്കുമെന്ന് നാട്ടുകാർക്ക് നൽകിയ വാക്ക് ഷജീർ പാലിച്ചു. ഈ പഞ്ചായത്ത് മെമ്പർ വരുന്നതിന് മുമ്പ് തന്നെ തരിപ്പണമായിരുന്നു. ആ സമയത്ത് ഉള്ള മെമ്പർ ഈ റോഡിനെ തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ ചെയ്തത് പുണ്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. സന്തോഷവും ആഹ്ലാദവും അതുപോലെ അമർഷവും എല്ലാം ഒരുപോലെ മനസ്സിൽ നിറഞ്ഞു വരുന്നൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ. എല്ലാ മെമ്പർക്കും ഒരു മാതൃകയായിട്ടുള്ളൊരു മെമ്പറായി ഈ ഷജീർ ഇക്ബാൽ ഇന്ന് മാറിയിരിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടെ പറയും. അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും അഭിനന്ദിച്ചാലും മതിയായില്ല എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഉറക്കില്ല, അത്രയധികം പ്രയാസകരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സാമ്പത്തികത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ആ പയ്യൻ, ആ ചെറുപ്പക്കാരൻ ആക്രിച്ചലഞ്ഞെടുത്തു. അതുകൊണ്ട് ജനങ്ങളുടെ നല്ല തരത്തിലുള്ള പങ്കാളിത്തവും പൂർണ്ണ സഹകരണവും മെമ്പർക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സ്ക്രാപ്പ് ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ചു, സുമനസ്സുകൾ സഹായിച്ചു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ 6 ലക്ഷം രൂപ കിട്ടിയില്ല. അങ്ങനെ ആകെ തുകയുടെ 40% കടം വാങ്ങി മെമ്പർ കയ്യിൽ നിന്ന് മുടക്കി. നമ്മൾക്കിതിങ്ങനെ നമ്മളൊരു ജനപ്രതിനിധിയായി അതിനു മുമ്പേ ഒരു 5 വർഷം ഇങ്ങനെ തന്നെയാണ് കടന്നത്. പക്ഷേ നമ്മൾ ജനപ്രതിനിധിയായിട്ടും ഇതിലൊരു മാറ്റമില്ല എന്നുള്ളത് കാണുമ്പം അതൊരു സ്വയം വിമർശനം കൂടിയാണല്ലോ നമുക്ക്. ഏതായാലും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണുന്നുള്ള ഒരു നിശ്ചയം എന്താ മുമ്പേ ഉള്ളതാണ്. ഞാൻ ദിവസം കാണുന്നതാണല്ലോ ചെറിയ കുട്ടികൾക്ക് ഒരു സ്കൂളിലേക്ക് ഇപ്പം മഴ പെയ്യുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു ദുരിതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഒരുപാട് പരിമിതികളും സാങ്കേതിക തടസ്സവും ഫണ്ട് ലഭിക്കാത്തതിൻ്റെ പരാതികളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഒരു 450 മീറ്റർ നീളമുള്ള റോഡ് മാത്രമല്ല, ഒരു ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയാണ്. കണ്ണൂർ പെരിങ്ങോത്ത് നിന്നും നാജി ഒമറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. മെമ്പർ ഷജീർ ആള് പുലിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകം ഒരു അഭിനന്ദനം ഷജീർ അർഹിക്കുന്നുമുണ്ട്.